ഞാനും ഇസ്രായേല്യനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ഇത് ആരാണ്? പൗലോസ്. പൗലോസിൻ്റെ ഗോത്രം ഏതാണ്? ബെന്യാമീൻ ഗോത്രം. ദൈവത്തിൻ്റെ സ്വന്തം ജനം ആരാണ്? ഇസ്രായേൽ. കർത്താവേ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ആരുടെ വാക്കുകളാണിത്? ഏലിയാവിൻ്റെ. ബാലിന് മുട്ടുകുത്താത്ത എത്ര പേരെ തനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്? 7000 പേരെ. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ദൈവം ഏലിയാവിനോട്. എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിലാണ് ശേഷിപ്പുള്ളത്? കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൽ. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. ആർക്ക്? ഇസ്രായേലിന്. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ. ഇങ്ങനെ ആരാണ് പറയുന്നത്? ദാവീദ്. ഇസ്രായേലിൻ്റെ ലംഘനം ഹേതുവായി രക്ഷ വന്നത് ആർക്കാണ്? ജാതികൾക്ക്. ഇസ്രായേൽ ഇടറിയത് എന്തിനാണ് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? എരിവ് വരുത്തുവാൻ. ഇസ്രായേലിൻ്റെ ലംഘനം ലോകത്തിന് എന്തു വരുത്തുവാൻ കാരണമായി? ധനം. ഇസ്രായേലിൻ്റെ ലംഘനം ജാതികൾക്ക് എന്തു വരുത്തുവാൻ കാരണമായി? സമ്പത്ത്. ജാതികളുടെ അപ്പോസ്തലൻ ആരാണ്? പൗലോസ്. സ്വജാതികൾക്ക് സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെന്ന് വെച്ച് തൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നതാരാണ്? പൗലോസ്. ഇസ്രായേലിൻ്റെ ഭ്രംശം എന്തിനു ഹേതുവായി? ലോകത്തിൻ്റെ നിരപ്പിന്. ഇസ്രായേലിൻ്റെ അംഗീകരണം എന്താണ്? മരിച്ചവരുടെ ഉയിർപ്പ്. വേർ വിശുദ്ധം എങ്കിൽ കൊമ്പുകൾ എന്താണ്? വിശുദ്ധം. കാട്ടൊലിവിൻ്റെ കൊമ്പിനെ നല്ല ഒലിവിൽ ഒട്ടിച്ചിട്ട് ആ ഒലിവ് മരത്തിൻ്റെ വേരിന് പങ്കാളികളായാൽ പ്രശംസിക്കുന്നത് എന്തിലാണ്? വേരിൽ. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ആരോടാണ് പൗലോസ് പറയുന്നത്? ജാതികളിൽ നിന്നുള്ള വിശുദ്ധന്മാരോട്. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ആരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? അവിശ്വാസത്താൽ നഷ്ടപ്പെട്ടുപോയ ഇസ്രായേലിനെ കുറിച്ച്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം അംശമായി കാഠിന്യം വെച്ചിരിക്കുന്നത് ആർക്കാണ്? ഇസ്രായേലിന്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി വെച്ചിരിക്കുന്നതെന്താണ്? കാഠിന്യം. ഇസ്രായേൽ ജാതികൾ നിമിത്തം ശത്രുക്കളായത് എന്ത് സംബന്ധിച്ചാണ്? സുവിശേഷം സംബന്ധിച്ച്. സുവിശേഷം സംബന്ധിച്ച് ജാതികൾ നിമിത്തം ശത്രുക്കളായത് ആരാണ്? ഇസ്രായേൽ. സുവിശേഷം സംബന്ധിച്ച് ഇസ്രായേൽ ആര് നിമിത്തമാണ് ശത്രുക്കളായത്? ജാതികൾ നിമിത്തം. സുവിശേഷം സംബന്ധിച്ച് ഇസ്രായേൽ ജാതികൾ നിമിത്തം എന്തായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ശത്രുക്കൾ.
തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ ആരാണ്? ഇസ്രായേൽ. ഇസ്രായേൽ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാരായത് എന്ത് സംബന്ധിച്ചിട്ടാണ്? തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇസ്രായേൽ ആർക്കാണ് പ്രിയന്മാർ? പിതാക്കന്മാർക്ക്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇസ്രായേൽ പിതാക്കന്മാർക്ക് ആരാണ് പ്രിയന്മാർ? ദൈവം അനുദപിക്കാത്തത് എന്തിനെയെല്ലാം കുറിച്ചാണ്? തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും. തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കാത്തത് ആരാണ്? ദൈവം. മുൻപേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് ഇസ്രായേലിൻ്റെ അനുസരണക്കേടിനാൽ കരുണ ലഭിച്ചത് ആർക്കാണ്? ജാതികൾക്ക്. ജാതികൾക്ക് കരുണ ലഭിച്ചത് ആരുടെ അനുസരണക്കേടിനാലാണ്? ഇസ്രായേലിൻ്റെ. മുൻപേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് ഇസ്രായേലിൻ്റെ അനുസരണക്കേടിനാൽ ജാതികൾക്ക് ലഭിച്ചതെന്താണ്? കരുണ. ജാതികൾക്ക് ലഭിച്ച കരുണയാൽ ഇസ്രായേലിന് കരുണ ലഭിക്കേണ്ടതിന് ഇസ്രായേൽ എന്തു ചെയ്യുന്നു? അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചുകളഞ്ഞത് എന്തിനാണ്? എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന്. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അടച്ചുകളഞ്ഞത് ഏതിനാലാണ്? അനുസരണക്കേടിൽ. ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ആരാണ് പറയുന്നത്? പൗലോസ്. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ആരുടെ? ദൈവത്തിൻ്റെ. ദൈവത്തിൻ്റെ ന്യായവിധികൾ എങ്ങനെയുള്ളതാണ്? അപ്രമേയം. ദൈവത്തിൻ്റെ വഴികൾ എങ്ങനെയുള്ളതാണ്? അഗോചരം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. അവൻ ആരാണ്? ദൈവം.